ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വെറുതെ വീട്ടിൽ ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലം പറയും. ഞങ്ങൾ മൂന്നാൾ ഒറ്റ മൈൻഡിൽ ഞാനും അമ്മയും മുത്തും പറഞ്ഞു ശാന്തിഗിരി ആശ്രമം. അങ്ങനെ നമ്മൾ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് വന്നിരിക്കുകയാണല്ലോ. ഇത് ഞാൻ ഇന്നെടുത്ത് വെച്ച വീഡിയോ ഒന്നും അല്ല ഗൈസ്, എടുത്തു വെച്ചിട്ട് ഒരു 5-6 മാസമായിട്ടുണ്ട്. ഇനിയും ഇത് ഗാലറി കണ്ട അമ്മയോട് നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. എന്നോട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയായിട്ടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ശാന്തിഗിരി ആശ്രമം മുന്നിൽ കണ്ട പന്തം വിട്ട കുന്നം പോലെ മുകളിലോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. എന്താ പറയുക, വാവ് എന്നാണ് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞു പോകുക. എന്ന് വെച്ചാൽ അത്രയ്ക്കും അടിപൊളിയാണ് അവിടുത്തെ ലുക്ക് കാണാൻ. നമ്മളവിടെ കയറുന്നതിന് മുമ്പ് കാലൊക്കെ കഴുകിയിട്ട് വേണം സ്റ്റെപ്പ് കയറി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഉള്ളോട്ട് പോകാൻ. നമ്മളങ്ങനെ ആശ്രമം നമ്മൾ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. അതുവരെ നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് വൈറലായിട്ടുണ്ടല്ലോ, അവിടെ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ശാന്തിഗിരി ആശ്രമം. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ശാന്തിഗിരി ആശ്രമം വന്നിട്ടുള്ള കക്കോടിയാണ്, കോഴിക്കോട് കക്കോടിയാണ് ശാന്തിഗിരി ആശ്രമം ഉള്ളത്. ഉള്ളിൽ കയറിയപ്പം ഭയങ്കര, ഞാനിങ്ങനെ കലവില വർത്തമാനം പറഞ്ഞ ആളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ ഞാനടക്കം സൈലൻ്റ് ആയിപ്പോയി. അത്രയ്ക്കും സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. എന്താ പറയുക, ഒരു ബഹളമോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ക്വച്ചായിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു പ്രത്യേക ഫീലാണ്. ഭയങ്കര സമാധാനമുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ. നമുക്ക് എല്ലാ സ്ഥലമൊന്നും വീഡിയോസ് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ക്യാമറയിൽ വീഡിയോസിൽ ഉൾപ്പെടുത്തിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് കാണാനൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളാണ്. തൂണ് എത്ര ഉണ്ട് നമ്മൾ എണ്ണിയാൽ തിരില്ല, ഒരുപാട് തൂണുകളുണ്ട്. പുറത്തിറങ്ങി നോക്കുകയാണെങ്കിൽ പുറത്തോട്ട് നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് പോലെ തന്നെ ഉണ്ട്. എന്താ പറയുക, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ പറയുക, കുറേ ഒരു മുകളിൽ ഭയങ്കര ഒരു മലേനെയൊക്കെ മുകളിൽ എന്ന് പറയാം, അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മുടെ ശാന്തിഗിരി ആശ്രമം ഉള്ളത്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ താഴെ നമുക്ക് ഈ എല്ലാ പ്രദേശങ്ങളും ഇങ്ങനെ കാണാം, വീടുകളും ലൈറ്റുകളൊക്കെ. നമ്മൾ ഇവിടെ വൈകുന്നേരം വരണമെന്നായിരുന്നു വിചാരിച്ചത് ശാന്തിഗിരി ആശ്രമത്തിൽ. വൈകുന്നേരം ഒരു പ്രത്യേക വ്യൂ ആണ്, ഞാൻ വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നേരം വരാൻ പറ്റിയില്ല നമുക്ക്. എന്താ വെച്ചാൽ നമ്മൾ രാവിലെ അച്ഛൻ പറഞ്ഞപ്പോൾ അന്നേരം തന്നെ ഇറങ്ങി അങ്ങ് പോകുന്നു. നോക്കുമ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നത്. അന്നേരം വൈകുന്നേരം വരെ നിൽക്കാനായില്ല. പിന്നെ ശാന്തിഗിരി ആശ്രമത്തിൽ നമ്മൾ നമുക്ക് വ്ളോഗിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് റീലൊന്നും എടുക്കാൻ പറ്റില്ല, സൗണ്ട് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ അടുത്ത് എല്ലാം ചെറിയൊരു കടയുണ്ട്, ഒരു പെട്ടിക്കടയുണ്ട്. അവിടെ ചെന്ന് നമ്മൾ 3 സോനാപ്പെട്ടി വാങ്ങി, അത് 4 സോനാപ്പെട്ടിയും വാങ്ങി അത് കഴിക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ സോനാപ്പെട്ടി. ഇതെനിക്ക് ഇതും ഇങ്ങനെയുള്ള ഒറ്റ പാക്കായിട്ടും ഉണ്ട്, അതല്ലാണ്ട് ഒരു പാത്രത്തിലുള്ള പാക്കും ഇല്ലേ. ഇവിടെ ഈ ഒരു പാക്കാണല്ലേ, നമ്മൾ ഇത് വാങ്ങി. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു എനിക്കത് മതി. പിന്നെ അതൊക്കെ വാങ്ങി കഴിച്ച് നമ്മൾ ശാന്തിഗിരി ആശ്രമം ഒന്നുകൂടി എന്താ പറയുക, അതിൻ്റെ അതിലൂടെയൊക്കെ നടന്നൊരു ചെമ്പകപ്പൂ കിട്ടിയായിരുന്നു ഗൈസ്. പക്ഷെ അവിടെ തന്നെ വെച്ച് മറന്നുപോയി, ഞാൻ എടുക്കാൻ വിട്ടുപോയി. എന്താ പറയുക, ആ ചെമ്പകപ്പൂ ഒന്നും നമ്മളിങ്ങോട്ടൊന്നും അധികം കാണാനില്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മളെ ഓട്ടോക്കുട്ടനെയും വിളിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോവാണ് ഗൈസ്. വളരെ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഫ്രം പൊന്നൂസ് ക്രിയേഷൻസ്.